ഹലോ വെൽക്കം ബാക്ക് ടു ഐശ്വര്യ. ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയലിന്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രീമിയം റേഞ്ച്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച്, കോട്ടൺ, പാർട്ടി വെയർ, ഡെയിലി വെയർ, അതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഓൺലി ആണ്. സ്ക്രീൻഷോട്ട് ചെയ്യുക, നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സോ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഹോൾസെയിൽ ഓൺലി ആണ്. സോ നമുക്ക് എല്ലാ മോഡൽസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് മോഡൽ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്കോബ ഫാബ്രിക്കിൽ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള എക്കോബ ഫാബ്രിക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഐറ്റം ആണ്. വീനക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ലേസ് ഡീറ്റെയിലിംഗും സൈഡിൽ പോകുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ദുപ്പട്ട കണ്ട് നല്ലൊരു ബ്രഷ് പ്രിന്റ് കൈൻഡ് ഓഫ് ഒരു പ്രിന്റിംഗ് വരുന്ന ദുപ്പട്ടയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. അപ്പോൾ 4 സൈഡ്സിലും ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു സോഫ്റ്റ് എക്കോബ ഫാബ്രിക് ആണ്. ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള പടപടാന്നിരിക്കുന്ന ഒരു എക്കോബ അല്ല, നല്ല സോഫ്റ്റ് റയോൺ ബേസ്ഡ് എക്കോബയാണ്. ഇതിന്റെ 4 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ റെഡ് ആണ്. സെക്കൻഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. നല്ലൊരു വയലറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് എല്ലാത്തിന്റെ. ഈ ഗ്രീനിന്റെ ദുപ്പട്ട ഞാനൊന്ന് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സും ആണ് കേട്ടോ. അപ്പോൾ 4 ബോർഡേഴ്സ്, നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. നല്ലൊരു ബ്രഷ് പ്രിന്റ് കൈൻഡ് ഓഫ് പ്രിന്റിംഗ് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സും ആണ്. മോഡൽ കാണാം. നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ ഒരു ചെറിയ ലേസ് ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോറൽ ബീ ഡീറ്റെയിലിംഗും ത്രെഡ് ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുള്ള കോട്ടൺ ബേസിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച് 3 പീസ് സെറ്റ് ആണ്. ഇനി 4 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഒരു സെറ്റിൽ ഉണ്ടാവുന്നത്. ദുപ്പട്ടയാണെങ്കിലും 1 സൈഡ് ആയിട്ടും 2 സൈഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ത്രൂ ഔട്ട് പ്രിന്റ് ആണ് കേട്ടോ. ഈ ഒരു യോക്ക് പോർഷനിൽ മാത്രമാണ് ഒരു വർക്ക് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് ദെൻ നല്ലൊരു യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആണ്. സെൽഫ് കളറിലാണ് ബീഡ് വർക്ക് പോയിട്ടുള്ള, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ ത്രെഡ് വർക്കും ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ്. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള ദുപ്പട്ടയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തുറന്ന് കാണിക്കുകയാണ്. 1 സൈഡ് ആയിട്ടും 2 സൈഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. നെക്സ്റ്റ് മോഡൽ കാണാം. നല്ലൊരു സെമി ടിഷ്യൂ സിൽക്കിലൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റമാണ്. കളേഴ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. 4 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ്. ഇതാ ഇങ്ങനെ വരും ഐറ്റം. ഒരു പാർട്ടി വെയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് ദെൻ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. 4 ഷെയ്ഡ്സും അടിപൊളി കളേഴ്സ് ആണ്. ഏത് നമുക്ക് സെലക്ട് ചെയ്യണം എന്ന് ഡൗട്ട് ആവുന്ന കളേഴ്സ് ആണ്. ഒരു സെറ്റിൽ വരുമ്പോൾ നമുക്ക് ഈ 4 കളേഴ്സും കൂടി ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ദുപ്പട്ട ഇങ്ങനെ വരും. ഒരു ഗോൾഡൻ ബോർഡേഴ്സ് ഒക്കെ കൊടുത്ത് പ്രോബബ്ലി 1 സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിന്റെ ഭംഗി അതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഐറ്റം ആണ്. നെക്സ്റ്റ് വരുന്നത് അഗൈൻ നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ പോകുന്ന ഐറ്റം ആണ് കേട്ടോ. ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നല്ലൊരു ത്രെഡ് വർക്ക് ആൻഡ് ഗ്ലാസ് വർക്ക് പോകുന്നുണ്ട്. ദുപ്പട്ട നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ദാമൻ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ്, ബോർഡർ ഹൈലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം റേഞ്ചിൽ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. 4 പേസ്റ്റൽ ഷാഡ്സിലാണ് കേട്ടോ വരുന്നത്. സോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. ആൻഡ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. 3ഉം നല്ലൊരു പേസ്റ്റൽ ഷാഡിലേക്ക് പോകുന്ന ഐറ്റം ആണ്. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. യെല്ലോ ഷെയ്ഡിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നമുക്ക് നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള ദുപ്പട്ടയാണ്. ഇതും പ്രിഫറബിളി 1 സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് 2 സൈഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. നെക്സ്റ്റ് മോഡൽ വരുന്നത് അഗൈൻ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് പോകുന്ന ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം ആണ്. ഒരു ബാത്തിക് പ്രിന്റ്സ് പോലുള്ള നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉള്ള ഐറ്റം ആണ്. ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഈ യോക്ക് പോർഷനിലെ ത്രെഡ് വർക്ക് ആണ്. ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഈ യോക്ക് വർക്കിൽ ഒരു നോട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. കളേഴ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. കളർ വരുന്നത് നല്ല ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ആ വർക്ക് നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, എത്ര ഹെവി ആയിട്ട് ആ വർക്ക് വരുന്നത് നോക്കൂ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിന്റെ ദുപ്പട്ട ഒന്ന് നോക്കുള്ളൂ. ഇത് നോർമൽ ആ ഒരു നമ്മുടെ കോട്ടൺ ഫാബ്രിക് അല്ല, ഇതൊരു സിൽക്ക് ബേസ് വരുന്ന ഫാബ്രിക് ആണ്. ദുപ്പട്ട ഇങ്ങനെ വരും.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് മോഡൽ വരുന്നത് നെറ്റ് കോട്ട ബേസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ചെയ്ത ത്രൂ ഔട്ട് ദ ബോഡി നല്ലൊരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. ഈ യോക്ക് പോർഷനിൽ നല്ലൊരു മിറർ ഹൈലൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. കണ്ടോ, ത്രൂ ഔട്ട് നല്ലൊരു ത്രെഡ് വർക്കാണ് ഈ പോയിട്ടുള്ളതെല്ലാം. ഇതിന്റെ എല്ലാ ബേസ് ബ്ലാക്ക് ആയിട്ട് വരും. ദുപ്പട്ടയ്ക്ക് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. വേറൊരു ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം. മിക്സഡ് ആയിട്ടായിരിക്കും ഒരു സെറ്റിൽ വരുന്നത്. വേറൊരു മോഡലിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ. മൾട്ടി കളർ ആയിട്ടാണ്, കളേഴ്സിനാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരു കോട്ടൺ ബേസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരിക്കും ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത്. പ്രിന്റിങ്ങിന് ഡിഫറൻസ് ഉണ്ടാവും. ഒരു 1 സൈഡ് ആയിട്ട് 2 സൈഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. ഈ പ്രിന്റിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇതിന്റെ വേറൊരു പ്രിന്റ് ആണ്. another print. ഇങ്ങനെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആയിരിക്കും ഒരു സെറ്റിൽ ഈ ഒരു ഐറ്റത്തിന് വരുന്നത്. നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ എല്ലാ ഐറ്റംസിനും അങ്ങനെ തന്നെയാണ്. ഒരു മോഡലിൽ ഇത് 4 ഡിഫറെന്റ് കളേഴ്സ് അല്ലെങ്കിൽ 4 ഡിഫറെന്റ് പ്രിന്റ്സ് ആയിട്ട് പാറ്റേൺസ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം കണ്ട ഒരു എക്കോബ ഇല്ലേ, അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫാബ്രിക് എല്ലാമാണ്. ജസ്റ്റ് ഈ യോക്ക് വർക്കിന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ദുപ്പട്ടയും സെയിം ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കണ്ടോ, ആ ഒരു ബ്രഷ് പ്രിന്റ് കൈൻഡ് ഓഫ് ഒരു പ്രിന്റിങ് വരുന്ന ദുപ്പട്ടയാണ്. 4 ഷോളിന്റെ ബോർഡേഴ്സിലും ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. യോക്ക് വർക്കിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. കളേഴ്സും കൂടി ഒന്ന് കാണാം. ഫസ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക് നോക്കും, ഒട്ടും ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ല, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു ബ്രഷ് പ്രിന്റ് കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് വരുന്നത്. നെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കണ്ടോ, നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ചന്ദേരി സിൽക്കിൽ വരുന്ന ഈ ഒരു യോക്ക് പോർഷനിൽ മാത്രം ചെറിയൊരു ബട്ടൺ കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയാണെന്നുണ്ടെങ്കിലും കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഒരു ത്രെഡ് ഇതിൽ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ത്രെഡ് റൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും. നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയാണല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം. നെക്സ്റ്റ് വരുന്നത് ഒരു ബനാറസി കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഐറ്റം ആണ്. 3 കളേഴ്സ് ഈ ഒരു ഐറ്റത്തിനുള്ളത്. ഒരു യോക്ക് പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബനാറസി ടൈപ്പ് ഒരു 3 പീസ് സെറ്റ് ആണ്. കളേഴ്സ് കാണാം കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. നെക്സ്റ്റ് വി ഹാവ് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡ്, ഒരു ഓറഞ്ച് ടോണിലേക്ക് പോകുന്ന കളറാണ്. ലാസ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഈ 3 ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദുപ്പട്ട വരുമ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. ദുപ്പട്ട ഇങ്ങനെ വരും. കണ്ടോ, ഐറ്റം വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്കൂബ ബേസിൽ വരുന്ന ഒരു 3 പീസ് സെറ്റ് ആണ് കേട്ടോ. യോക്ക് പോർഷനിൽ ബീഡ് വർക്ക് അതുപോലെ സീക്വൻസ് വർക്ക് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് പെയിന്റിംഗ് കൈൻഡ് ഓഫ് ഒരു ഫീൽ കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടയിലും അതുപോലെ തന്നെ യോക്ക് പോർഷനിലും. ദുപ്പട്ട നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരൊറ്റ കളർ ഷെയ്ഡ് ഒരൊറ്റ പ്രിന്റിങ്ങിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു 1 സൈഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ദുപ്പട്ടയുടെ ഭംഗിയൊക്കെ എടുത്ത് കാണാനായിട്ട് അത് തന്നെയായിരിക്കും നല്ലത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. സോ ഒരുപാട് ഡിഫറെന്റ് മോഡൽസ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിലെ കളക്ഷൻ ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ പോകുന്ന ഐറ്റം ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം റേഞ്ചിൽ പോകുന്ന ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഓൺലി ആണ്. ഷോപ്സിനും അതുപോലെ തന്നെ സെയിലിന് വേണ്ടി മാത്രമേ നമുക്ക് സപ്ലൈ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.